എല്ലാ നിക്ഷേപകർക്കും ടോംസ് ടാർഗറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായി പരിഗണിക്കുന്ന കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഈ കമ്പനി 1977 സ്ഥാപിതം. ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ടുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന എല്ലാ നിക്ഷേപകരുടെയും ശ്രദ്ധാകേന്ദ്രമാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നുള്ളതാണ്. കാരണം എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിലും അതുപോലെ തന്നെ മറ്റു കമ്പനികളിലുമാണ്. കൂടാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായി പൊതുജനങ്ങൾക്ക് ഓഹരി പങ്കാളിത്തം കൊടുത്ത കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇനി നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. ഇതിന്റെ ക്യാപിറ്റൽ 13,532 കോടി രൂപയാണ്. ഫേസ് വാല്യൂ 10 രൂപ ഓഹരി ഒന്നിന്. 52 ആഴ്ചയിലെ ഹൈയും ലോയും 1,551 രൂപയും 1,115 രൂപയുമാണ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇപ്പോഴത്തെ വില 1,399 രൂപയാണ്. ഇത് 52 ആഴ്ചയിലെ ഹൈയിൽ നിന്നും 9.8% താഴ്ചയിലാണ് നിൽക്കുന്നത്. കമ്പനിയുടെ പ്രോഡക്ട്സ്: പെട്രോകെമിക്കൽസ്, ടെക്സ്റ്റൈൽസ്, റീറ്റെയിൽ, എനർജി പ്രൊഡക്ഷൻ, ടെലികോം, റിഫൈനിങ്, ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ, മീഡിയ തുടങ്ങിയ വിവിധ മേഖലകളിൽ കമ്പനി പ്രവർത്തിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒള്ളി വിമൽ തുണിത്തരങ്ങൾ, ഷർട്ടിങ്സ്, ഷൂട്ടിങ്സ്, സാരീസ്, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എല്ലാം ഇവരുടേതാണ്. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പോകാം. പ്രൊമോട്ടേഴ്സിന് 50.07%, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 19.21%, സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 19.72%, പബ്ലിക്കിന് 10.84%, ഗവൺമെന്റിന്റെ കൈവശം 0.17% ഓഹരികളുമുണ്ട്. ആകെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം ഏകദേശം 44,35,700 ആണ്. ഇനി ക്വാർട്ടർലി റിസൾട്ടിലേക്ക്. 2024 ജൂണിൽ മൊത്ത വരുമാനം 2,31,784 കോടി രൂപയാണ്. 2025 ജൂണിൽ ഈ വർഷം റവന്യൂ 2,43,632 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 5.11% വർധനവ് കാണിക്കുന്നു മൊത്താദായത്തിൽ. ഇനി നെറ്റ് പ്രോഫിറ്റിലേക്ക്. അറ്റാദായം, ലാഭം. കഴിഞ്ഞ വർഷം 2024 ജൂണിൽ നെറ്റ് പ്രോഫിറ്റ് 17,445 കോടി രൂപയായിരുന്നു. ഈ വർഷം 2025 ജൂണിൽ 30,783 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 76.46% വളർച്ച കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിനോടിടയ്ക്ക് 1:1 ബോണസ് ഷെയർ അനുവദിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ പെർസെൻറ്റേജ് ഏകദേശം പകുതിയായി കുറയും. അതുകൊണ്ട് നമുക്ക് 38.23% എന്ന് കണക്കാക്കിയാൽ മതി. ഇതിന്റെ ഒരു വർഷത്തിനുള്ളിൽ എത്താവുന്ന ടാർഗറ്റ് പ്രൈസ് 1,958 രൂപയാണെന്ന് കാണിക്കുന്നു. അടുത്ത കമ്പനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1955 സ്ഥാപിതമാണ് ഈ കമ്പനി. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1806 ഈ കമ്പനി സ്ഥാപിതമായി. പക്ഷെ ഈ പേരിലല്ലായിരുന്നു. ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന പേരിൽ 1806 സ്ഥാപിതമായി. പിന്നീട് 1809 ഇതിന്റെ പേര് ബാങ്ക് ഓഫ് ബംഗാൾ എന്നാക്കി. തുടർന്ന് ബാങ്ക് ഓഫ് ബംഗാളും ബാങ്ക് ഓഫ് ബോംബെയും ബാങ്ക് ഓഫ് മദ്രാസും ഒന്നിച്ച് ലയിപ്പിച്ച് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് 1921 നാമകരണം ചെയ്യപ്പെട്ടു. തുടർന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം 1955 പാർലമെന്റിലെ പ്രത്യേക നടപടി പ്രകാരം ഇതിനെ ദേശീയവൽക്കരിക്കുകയും നാഷണലൈസ് ചെയ്യുകയും തുടർന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. പിന്നീട് പല ചെറുതും വലുതുമായ ബാങ്കുകൾ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിക്കുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് 2017 4-5 ബാങ്കുകൾ ഒന്നിച്ചു ചേർന്ന്
ഇതിൽ ലീക്കുകയുണ്ടായി. അതിൽ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറും സ്റ്റേറ്റ് ബാങ്കിനോടൊപ്പം മെർജ് ചെയ്യപ്പെടുകയുണ്ടായി. ഇതിന്റെ ക്യാപിറ്റൽ 892 കോടി രൂപയാണ്. ഫേസ് വാല്യൂ ഓഹരി ഒന്നിന് 1 രൂപ. 52 ആഴ്ചയിലെ ഹൈയും ലോയും. ഹൈ 888 രൂപ, ലോ 680 രൂപ. കറന്റ് മാർക്കറ്റ് പ്രൈസ് 886 രൂപ. ഇത് 52 ആഴ്ചയിലെ ഹൈയിൽ നിന്നും 0.23% താഴ്ചയിലാണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രൊഡക്ട്സിലേക്ക് പോവാം. ബാങ്ക് ആയതുകൊണ്ട് എല്ലാത്തരം ബാങ്കിങ് സർവീസുകളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്നുണ്ട്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ലോൺ കൊടുക്കുക, മണി ട്രാൻസ്ഫർ ചെയ്യുക, ഇൻഷുറൻസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട് തുടങ്ങിയ എല്ലാവിധ ബാങ്ക് മേഖലകളിലെയും പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നു. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പോവാം. പ്രൊമോട്ടേഴ്സിന്റെ കൈവശം 55.50% ഓഹരികളുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 9.98% ഉണ്ട്. സ്വദേശീയ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 27.08%, പബ്ലിക്കിന്റെ കൈവശം 7.30%, ഗവൺമെന്റിന്റെ കൈവശം കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശം 0.14% നാമമാത്രമായിട്ടുള്ള ഓഹരികളുമുണ്ട്. ആകെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം 37,30,600 ആണ് ഏകദേശം. ഇനി ക്വാർട്ടർലി റിസൾട്ടിലേക്ക്. 2024 ജൂണ് റവന്യൂ 1,18,242 കോടി രൂപയാണ്. ഈ വർഷം 2025 റവന്യൂ ജൂൺ മാസത്തിലെ പാദവാർഷികമാണ് പറയുന്നത്. 1,25,729 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 6.33% ഉയർച്ച കാണിക്കും. നെറ്റ് പ്രോഫിറ്റിലേക്ക്. കഴിഞ്ഞ വർഷം നെറ്റ് പ്രോഫിറ്റ് ജൂണിൽ 20,094 കോടി രൂപയായിരുന്നു. ഈ വർഷം ജൂണിൽ 22,121 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 10.09% ഉയർച്ച കാണിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു വർഷത്തിനുള്ളിൽ എത്താവുന്ന ടാർഗറ്റ് പ്രൈസ് 1,011 രൂപയാണെന്ന് സങ്കല്പിക്കാം. നമ്മൾ പരിഗണിക്കുന്നത് ശില്പ മെഡിക്കെയർ ലിമിറ്റഡ് ആണ്. 1987 സ്ഥാപിതം. ഇതിന്റെ ക്യാപിറ്റൽ വെറും 10 കോടി രൂപയാണ്. ഫേസ് വാല്യൂ ഓഹരി ഒന്നിന് 1 രൂപ. 52 വീക്ക് ഹൈ 502 രൂപ, ലോ 265 രൂപ. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 359 രൂപയാണ്. 52 ആഴ്ചയിലെ ഹൈയിൽ നിന്നും 28.49% താഴ്ചയിലാണ് ഇപ്പോഴത്തെ വില. പ്രോഡക്ട്സ്: ഇൻജക്റ്റബിൾ ആൻഡ് ഓറൽ ഫോർമുലേഷൻസ്, പിന്നെ റിസർച്ച് വർക്ക് ഓൺ കോൺട്രാക്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ: പ്രൊമോട്ടേഴ്സിന്റെ കൈവശം 44.23%, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 11.19%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൈവശം 7.46%, പബ്ലിക്കിന്റെ കൈവശം 37.10%. ആകെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം ഏകദേശം 48,600 ആണ്. ഇനി ക്വാർട്ടർലി റിസൾട്ടിലേക്ക് കിടക്കാം. 2024 ജൂണിൽ മൊത്ത വരുമാനം 293 കോടി രൂപ. 2025 ജൂണിൽ മൊത്ത വരുമാനം 321 കോടി രൂപ. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 9.56% ഉയർച്ച കാണിക്കുന്നു. ഇനി നെറ്റ് പ്രോഫിറ്റ്. 2024 ജൂണിൽ 14 കോടി രൂപ. 2025 ജൂണിൽ 47 കോടി രൂപ. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 235.71% ഉയർച്ച കാണിക്കുന്നു. പരിഗണിക്കുന്ന ടാർഗറ്റ് പ്രൈസ് ഒരു വർഷത്തിനുള്ളിൽ ശില്പ മെഡിക്കെയർ ലിമിറ്റഡ് 620 രൂപയിൽ എത്തിയേക്കാമെന്ന് കരുതുന്നു. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ്. ഇത് 2008 സ്ഥാപിതമാണ്. ഇതിന്റെ ക്യാപിറ്റൽ 98 കോടി രൂപയാണ്.
ഫേസ് വാല്യൂ ഓഹരി ഒന്നിന് 5 രൂപ. 52 ആഴ്ചയിലെ ഹൈയും ലോയും. ഹൈ 589 രൂപ, ലോ 313 രൂപ. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 464 രൂപ. 52 ആഴ്ചയിലെ ഹൈയിൽ നിന്നും 21.22% താഴ്ചയിലാണ് ഇപ്പോഴത്തെ പ്രൈസ്. പ്രോഡക്ട്സ്. ഈ കമ്പനി സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈബ്രിഡ് പവർ മുതലായ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പോകാം. പ്രൊമോട്ടേഴ്സിന്റെ കൈവശം 48.67%, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 8.26%, സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 0.81%, പബ്ലിക്കിന്റെ കൈവശം 42.26%. ആകെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം ഏകദേശം 3,24,800 ആണ്. ഈ ക്വാർട്ടർലി റിസൾട്ടിലേക്ക്. 2024 ജൂണിൽ റവന്യൂ 348 കോടി രൂപ. 2025 ജൂണ് ഈ വർഷം റവന്യൂ 603 കോടി രൂപ. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 73.28% ഉയർച്ച കാണിക്കുന്നു. നെറ്റ് പ്രോഫിറ്റിലേക്ക്. കഴിഞ്ഞ വർഷം 2024 ജൂണിൽ നെറ്റ് പ്രോഫിറ്റ് 66 കോടി രൂപയായിരുന്നു. ഈ വർഷം നെറ്റ് പ്രോഫിറ്റ് ജൂണിൽ 111 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 68.18% ഉയർച്ച കാണിക്കുന്നു. ഇതിന്റെ ടാർഗറ്റ് പ്രൈസ് ഒരു വർഷത്തിനുള്ളിൽ 629 രൂപയിൽ എത്തിയേക്കുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാ നിക്ഷേപകർക്കും ശുഭാശംസകൾ. നന്ദി.